സുഹൃത്തുക്കളെ, നമ്മളിപ്പം കുമരകത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം മീൻ പിടിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ അജിലേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അജിലേട്ടൻ്റെ 2 മക്കളുണ്ട്. ഇവരുമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ചെന്നിട്ട് കാണാം. കുറേ കായൽ ഭംഗികളെല്ലാം നിങ്ങളേക്ക് എത്തിച്ചു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. മീൻ കിട്ടുമില്ലെന്നറിയില്ല. നമുക്ക് പോയി കാസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറേ നേരമായിട്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിലിൻ്റെ കാര്യത്തിൽ യാതൊരു പഞ്ചവുമില്ല. നല്ല വെയിലാണ്. അപ്പുറം ഇപ്പുറം മാറിയും മറിഞ്ഞും എല്ലാം കാസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഒരെണ്ണം അടിച്ചിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് തന്നെ അടിച്ചേക്കുന്ന ഒരു ചെറുമീനാണ് അടിച്ചിരിക്കുന്നത്. അപ്പം അവൻ ഇച്ചിരി ബുദ്ധിമുട്ടി കയറാൻ. അതിന് മുമ്പ് 2-3 സ്ട്രൈക്കൊക്കെ കിട്ടി. അതൊന്നും എടുക്കാൻ പറ്റില്ല, ക്യാമറയിൽ കാണിക്കാനും പറ്റിയിട്ടില്ല. ഇപ്പോഴത്തേന് കിട്ടിയ ഏകദേശം ഒരു 1 കിലോ സൈസുള്ളൊരു ചെറുമീനാണ് കിട്ടിയിരിക്കുന്നത്. വള്ളത്തിനകത്ത് തന്നെ ഇടാനുള്ള ബോക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം അജിലേടം സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഈ വെള്ളം വേറൊരു പുള്ളിയുടെ ഫ്രണ്ടിനെയാണ് എടുത്തിട്ട് വന്നിരിക്കുന്നതാണ് നമുക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഫുള്ള് കാഴ്ചകളാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയി. ഇപ്പം ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. ഇനിയിപ്പം ഫുള്ള് കാഴ്ചകളും കാര്യമാണ്. രാത്രി ഞങ്ങൾ മീൻ പിടിക്കുന്നതൊക്കെ ഇനി ഉണ്ടായിരിക്കും. വരുന്ന വീഡിയോയിൽ ഈ കാഴ്ചകളെല്ലാം ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. എന്തായാലും മീൻ നല്ല ഹുക്കായിരിക്കുന്നത്, അത് കാരണം മിസ്സായി പോയിട്ടില്ല. ഇപ്പോൾ കണ്ടേക്കുന്നത് ഞങ്ങൾ ഗ്രിപ്പറോ കാര്യങ്ങളോ ഒന്നും വന്നപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു. സഡനായിട്ട് പെട്ടെന്നൊരു ചാൻസ് കിട്ടി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വരാൻ വേണ്ടിയിട്ട്. ചാടി ഓടി വരുമായിരുന്നു. അപ്പം ഒന്നും എടുത്തില്ല. ഓൾറെഡി ഫസ്റ്റ് ഒരു ഭാഗം കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോ ലാസ്റ്റാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ലാസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഭാഗം പിടിച്ചപ്പോൾ തന്നെ എൻ്റെ കൈ നല്ലപോലെ മുറിഞ്ഞിരുന്നു. ഗ്രിപ്പർ ഇടാതെ മീനിൻ്റെ വായിൽ കൈയിട്ട് അതിന് നല്ലപോലെ കിട്ടി. കൈ നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ബ്ലഡും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ മാക്സിമം ഊരിയെടുക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ മീൻ എന്തായാലും കൈയും ഒന്നും മുറിയാതെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ഓൾറെഡി വള്ളത്തിനകത്തൊരു ബോക്സ് ഉണ്ട്, അതിനകത്തോട്ട് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ട് നോക്കി പോവുകയാണ്. ഏകദേശം സന്ധ്യയായി വന്നുകൊണ്ടിരിക്കുന്നു. സൂര്യനൊക്കെ അസ്തമിക്കുന്ന സമയമായി. ആ കാഴ്ചകളൊക്കെ ഇപ്പോൾ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 1 kg കാണും. ഞങ്ങളെ ഇതിനകത്തോട്ട് ഇടുകയാണ്. അജിലേട്ടൻ അടുത്ത സ്ഥലത്തോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ കാസ്റ്റിംഗ് ആണ്. തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി കുറേ സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട്. എല്ലാം മിസ്സാകുകയാണ്. എന്താണെന്നറിയില്ല. ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്ക് കാസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു വാഗ അടിച്ചിരിക്കുകയാണ്. ഈ ഭാഗമാണ് എൻ്റെ കൈ മുറിച്ചത്. അപ്പം വീഡിയോയുടെ ആദ്യം ഞാൻ കാണിച്ചത് ഈ ഭാഗം കടിച്ചിട്ടാണ് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത്. ഗ്രിപ്പറില്ലാതെ ഒരു കാരണവശാലും ആരും മീനെ പിടിക്കരുത്. പിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല പണി കിട്ടും. ഞാനങ്ങനെ പിടിച്ച കാരണമാണ് എനിക്ക് കൈ നല്ലപോലെ മുറിഞ്ഞു. നല്ല വേദനയാണ്. കിട്ടിയ ഭാഗം എന്തായാലും ഏകദേശം ഒരു 3 kg എബോവ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിള്ളേർ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻ വള്ളത്തിൽ വന്ന് പിടിക്കുന്നത് കാണുന്നത്.